ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ് ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പിൽ നിന്നും എഴുത്തുകാരൻ P. സുരേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. ഹുസൈൻ രണ്ടത്താണിയുടെ മാപ്പിള സ്ട്രഗിൾസ് ഐഡിയോളജി ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സമരങ്ങൾക്ക് മാപ്പിള നേതാക്കളും കോൺഗ്രസും നൽകിയ നേതൃത്വം, സമരങ്ങളുടെ മതപരവും മതനിരപേക്ഷപരവുമായ സ്വഭാവം, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനങ്ങൾ എന്നിവയെ പ്രാദേശിക രേഖകളുടെ കൂടി വെളിച്ചത്തിൽ വിലയിരുത്തുകയാണ് പുസ്തകത്തിൽ. മമ്പുറം തങ്ങൾ, വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, കാട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, MP നാരായണ മേനോൻ, കൊന്നാര മുഹമ്മദ് കോയ തങ്ങൾ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും പഠന വിധേയമാക്കുന്നു. ഒരു ജനകീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈന്യം നടത്തിയ ക്രൂരതകളെ അനാവരണം ചെയ്യുന്ന ഫ്യൂഡൽ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള കർഷകരുടെ ജീവൻമരണ പോരാട്ടമായിരുന്നു മലബാർ സമരങ്ങളെന്ന് ഗ്രന്ഥകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു. ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രം ഒരു സമരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഐഡിയോളജി എന്തായാലും വേണം. അപ്പോൾ ഐഡിയോളജി എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഫത്വകൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഈ ഫത്വകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കുടിയാന്മാരെ, അത് ഏത് മതക്കാരായാലും ഒരാൾ നേതൃത്വം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ചും മമ്പുറം തങ്ങളാണ് ആദ്യകാലത്ത് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കുടിയാന്മാരായ ആളുകൾ, തൊട്ടുകൂടാത്തവരായ ആളുകൾ, അവരൊക്കെ അദ്ദേഹത്തിന്റെ ഈ നേതൃത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് നിർവഹിച്ചു. എഴുത്തുകാരൻ P. സുരേന്ദ്രൻ, R. ജയന്തകുമാർ, സജീവ് ശിവദാസൻ, KP അബ്ദുറഹിമാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചലച്ചിത്ര പ്രവർത്തകൻ ചെലവൂർ വേണു